മൃഗസംരക്ഷണ വകുപ്പും മിഷൻ റാബീസും കൂടി നടത്തുന്ന ജില്ലാതല റാബീസ് ബോധവൽക്കരണ വാഹനം കണ്ണൂരിലെത്തി. തുടർന്നുള്ള യാത്ര കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരവധി പേ വിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ ഈ അടുത്ത സമയം വരെയും സിറ്റിയിലും റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും തെരുവുനായ അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണത്താൽ സംസ്ഥാനത്തെ പേ വിഷബാധ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനാണ് മിഷൻ റാബീസ് എന്ന സംഘടനയുമായി സഹകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് ബോധവൽക്കരണ സന്ദേശവുമായാണ് യാത്ര ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെത്തിയ വാഹനത്തെ സ്വീകരിച്ച് തുടർന്നുള്ള ബോധവൽക്കരണ യാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് നൽകി. അഥവാ ഏതെങ്കിലും മൃഗങ്ങൾ, അതായത് പട്ടി, കുരങ്ങ്, പൂച്ച മുതലായവ കടിച്ചാൽ അല്ലെങ്കിൽ മാന്തിയാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ആ മുറിവ് ഒഴുക്കുള്ള ശുദ്ധജലത്തിൽ സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് കഴിക്കണം. പിന്നെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകും. എന്നിട്ട് ചികിത്സയും പരിചരണവും കഴിഞ്ഞ് റാബീസിനുള്ള സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ് എടുപ്പിക്കും. ഓർമ്മിക്കുക, സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് റാബീസിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ തെരുവുനായ വാക്സിനേഷൻ പ്രോഗ്രാമിൽ മിഷൻ റാബീസ് WVSന്റെ സാങ്കേതിക സഹായവും ഉപദേശവും ലഭ്യമാക്കുക, തെരുവുനായ വാക്സിനേഷൻ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും WVS മൊബൈൽ ആപ്ലിക്കേഷൻ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക, റാബീസ് വാക്സിനേഷനും നിരീക്ഷണത്തോടുമൊപ്പം റാബീസ് ബോധവൽക്കരണ ക്ലാസുകൾ ഏർപ്പെടുത്തുക, ഡോഗ് ക്യാച്ചർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകൽ, സ്കൂളുകളിൽ നിരീക്ഷണവും ബോധവൽക്കരണവും നൽകൽ എന്നിവയാണ് ആത്യന്തിക ലക്ഷ്യം. വളർത്തുനായകളിൽ നിന്നും പൂച്ചകളിൽ നിന്നും പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യവും ഈയടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വളർത്തുനായകളുടെ വാക്സിനേഷനും ലൈസൻസും നിർബന്ധമാക്കും. ഓരോ ബ്ലോക്കിലും ഓരോ വന്ധ്യംകരണം സെന്ററുകളും സ്ഥാപിക്കും. നായകളുടെ കടി കിട്ടിയവർ വാക്സിൻ എടുക്കുന്നതിനോട് ഇപ്പോൾ വിമുഖത പുലർത്തുന്നുമുണ്ട്. അതിനായി ബോധവൽക്കരണവും നടത്തും. മുഖത്തും കൈകളിലും കടിയേൽക്കുന്നത് പെട്ടെന്ന് പേവിഷബാധ ഏൽക്കാൻ കാരണമാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. റെയിൽവേ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വത്സല, വിനീത് സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു.